ഇത്രയും ചൂടുള്ള ഈ കാലാവസ്ഥയിൽ തീർച്ചയായിട്ടും വിശപ്പ് കുറയുന്നേ അത് പതിവാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കാം, ഈ ചൂട് കൂടുമ്പോൾ വിശപ്പ് കൂടുതലല്ലേ വേണ്ടെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. പക്ഷെ അത് തെറ്റാ. അത് പറഞ്ഞു മനസ്സിലാക്കി തരാം. കാരണം നമുക്ക് ഈ ആമാശയത്തിനും പക്വാശയത്തിനും ഇടയ്ക്കുള്ള പശ്ചിമാനാശയം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ജഠരാഗ്നിയുടെ സ്ഥാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവിടെ വെച്ചാണ് ഈ പചനം നടക്കുന്നത്, ആഹാര പചനം. ഓക്കെ, നമുക്ക് പുറമെ ചൂട് കൂടുമ്പോൾ ശരീരത്തിലുള്ള ജഠരാഗ്നി അതിന്റെ സ്ഥാനത്ത് നിന്ന് ചലിച്ച് മറ്റ് ശാഖകളിലേക്ക് സഞ്ചരിക്കും എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് ആ ദഹന ശക്തി കുറയും. അതായത് ദഹനം നടക്കേണ്ട, ആഹാരത്തെ പചിപ്പിക്കേണ്ട ആ വേണ്ട സ്ഥലത്ത് അഗ്നിയുടെ ബലം കുറയുക. ഓക്കെ, അതാണ് ഈ ചൂട് കൂടുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വിശപ്പ് കുറയുന്നതും. നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ദാഹം വളരെ അമിതമായിട്ട് കൂടുമല്ലോ, അപ്പൊ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പൊ വീണ്ടും ഒന്നും കൂടി വിശപ്പ് കുറയാനും കഫം വർദ്ധിക്കാനും ഇടയാക്കുന്നു. അതുമാത്രമല്ല, പ്രത്യേകിച്ച് മാർച്ച് പകുതി മുതൽ മെയ് പകുതി വരെയുള്ള ഈ 2 മാസക്കാലം വസന്ത ഋതുവാണ്. ഈ സമയത്ത് ശരീരത്തിനകത്ത് കഫം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും വിശപ്പ് കുറയുന്നതിന് വീണ്ടും ഇടയാക്കും. അതുകൊണ്ടൊക്കെയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് കുറയുന്നത്. അപ്പൊ ആ വിശപ്പ് കൂട്ടാനായിട്ടുള്ള 2 പൊടിക്കൈകൾ ഇന്ന് പറഞ്ഞുതരാം. പൊതുവെ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കുമ്പോൾ ഫ്രിഡ്ജിലെ വെള്ളവും അതുപോലെ പഞ്ചസാരയും മധുരവും ഒക്കെ ഇട്ട വെള്ളം കുടിക്കാതെ, അതുപോലെ പലതരം കളറുകളും പ്രിസർവേറ്റീവുകളും കാർബണേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നതിന് പകരം ചുക്കിട്ട വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ, സഹിക്കാവുന്ന ചൂടോടെ, അതല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ കഴിക്കുകയായിരിക്കും ഈ കാലാവസ്ഥയിൽ തീർച്ചയായിട്ടും അനുകൂലം. അത് അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും ശരീരത്തിന് ക്ഷീണത്തെ ഇല്ലാതാക്കുന്നതിനും ദഹനത്തിനും സഹായകരമാവും ചുക്കുവെള്ളം കുടിക്കുന്നത്. അതുപോലെ തന്നെ ജീരകവെള്ളം കുടിക്കാം, മല്ലിയിട്ട് വെന്ത വെള്ളം കുടിക്കാം. ഇതൊക്കെ സഹായകരമാവും. ഇനി അത് കൂടാതെ ഒരു 2 പൊടിക്കൈകൾ പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം പറയാം. അതായത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അല്പം പഞ്ചസാര ചേർത്ത് 3 നേരവും ഭക്ഷണത്തിന് മുൻപ് കഴിച്ചാൽ ഈ വിശപ്പ് കുറവുള്ളവര് വായിക്ക് അരുചി ഉണ്ടാവുക, രുചി അറിയുക. പ്രത്യേകിച്ച് ഈ ചൂട് പിടിച്ച അന്തരീക്ഷത്തിൽ, ചൂട് പിടിച്ച കാലാവസ്ഥയിൽ വിശപ്പ് കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുവഴി നിങ്ങൾക്ക് ക്ഷീണം, നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും. അത് തടയുന്നതിനും ആ ക്ഷീണമൊക്കെ ഇല്ലാതെ എനർജറ്റിക് ആവുന്നതിനും ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്നതിനും സഹായകരമാവും ഈ പകുതി ചെറുനാരങ്ങ നീര്. വെള്ളമൊന്നും ചേർക്കണ്ട, അതിലേക്ക് അല്പം പഞ്ചസാരയും ചേർത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കഴിച്ചാൽ നന്നായിട്ട് ദഹനം ഉണ്ടാവും, വിശപ്പുണ്ടാവും, കഴിച്ച ഭക്ഷണം പൂർണ്ണമായിട്ട് ദഹിച്ച് ആഗിരണം ചെയ്യും, ക്ഷീണം കുറയും. വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെറുനാരങ്ങയിൽ. അപ്പൊ അതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നതിനും സഹായകരമാവും. അതാണ് ഒരു വിദ്യ. ഇനി അടുത്ത വിദ്യ, നിങ്ങൾക്ക് ചങ്ങലം പരണ്ട കിട്ടുമെങ്കിൽ, ചങ്ങലം പരണ്ട വീടുകളിലൊക്കെ നട്ടു വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ പേഷ്യൻസ് കൺസൾട്ടേഷൻ വരുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട് ഒരു തണ്ട് മുറിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്തുള്ള നഴ്സറികളിൽ വാങ്ങിക്കാനും കിട്ടും. ചങ്ങലം പരണ്ട കൊണ്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടെ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ചങ്ങലം പരണ്ട വിശപ്പുണ്ടാക്കാനായിട്ട് എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞുതരാം. അതായത് ചങ്ങലം പരണ്ടയുടെ കുരുന്നില, ആ മുട്ട് വരുന്ന ആ കുരുന്നിലയും തണ്ടും, ഇത്തിരി മൂത്ത തണ്ട് പാടില്ല, ആ ഇളം തണ്ടും 1-2 കുരുന്നിലയും കൂടെ നുള്ളി എടുക്കുക. എന്നിട്ട് ആ കുരുന്നിലയും തണ്ടും, ആ ഇള പൊട്ടി വരുന്ന ഭാഗത്തുണ്ടാവുന്ന കുരുന്നിലകളും തണ്ടും ഉണ്ടല്ലോ, അത് നുള്ളി എടുത്തിട്ട് ഉണക്കിയെടുക്കണം. നിഴലിലിട്ട് ഉണക്കിയെടുക്കുക. എന്നിട്ട് അത് പൊടിച്ച പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ എടുക്കാം. ആവശ്യാനുസരണം, പ്രായത്തിനനുസരിച്ചൊക്കെ എടുക്കാം. ആ ചൂർണം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട്, ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് ചെറു ചൂടോടെ കുടിക്കുക. ഇത് പതിവായിട്ട് ശീലിക്കുന്നത് വിശപ്പുണ്ടാകുന്നതിനും ദഹനം ഉണ്ടാകുന്നതിനും ഒക്കെ സഹായകരമാവും. ഈ ചൂർണം തന്നെ ചങ്ങലം പരണ്ടയുടെ ഇളം തളിരിലയും തണ്ടും നുള്ളിയെടുത്ത് ഉണക്കിയെടുത്ത് പൊടിച്ച പൊടി നേരത്തെ പറഞ്ഞ ചെറുനാരങ്ങ നീരിൽ കലക്കി ചേർത്ത് കഴിച്ചാൽ ഒന്നും കൂടെ നല്ലതായി. അഗ്നിമാന്ദ്യം ഇല്ലാതാക്കുന്നതിന്, ദഹന തകരാറുകൾ ക്രമീകരിക്കുന്നതിന് ഒക്കെ സഹായകരമാവും. ഒരു കാര്യം ശ്രദ്ധിക്കണം, അസിഡിറ്റി ഉള്ളവരും പ്രമേഹമുള്ളവരും ഉപയോഗിക്കേണ്ട. പ്രമേഹമുള്ളവരും മധുരം ഇടുന്നതുകൊണ്ട് പാടില്ല. അസിഡിറ്റി ഉള്ളവര് ചെറുനാരങ്ങ അമ്ലരസമായതുകൊണ്ട് ഒഴിവാക്കണം. പക്ഷെ ഈ വിശപ്പില്ലായ്മ അനുഭവിക്കുന്നവർക്കൊന്നും അസിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല. അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ളവർക്ക് പൊതുവെ അത്യഗ്നി, അമിതമായിട്ടുള്ള വിശപ്പായിരിക്കും സാധാരണ. അപ്പൊ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ചെറുനാരങ്ങ ഉപയോഗിക്കരുത്. അതുപോലെ പ്രമേഹം ഉള്ളവരാണെങ്കിൽ മധുരം ചേർത്തും ഉപയോഗിക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ പൊടിക്കൈകൾ തീർച്ചയായിട്ടും വിശപ്പുണ്ടാവുന്നതിന് സഹായകരമാവും. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.